നമസ്കാരം. 2 ദിവസം മുൻപാണ് ധർമ്മടം MLAയും പാണ്ഡ്യാലമുക്ക് സ്വദേശിയുമായ വിജയൻ്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള വാടക വീട്ടിൽ അയാളുടെ മകൾ വീണ മാസപ്പടി വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെത്തിയത്. അതിനുശേഷം നടന്ന അനിഷ്ട സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ നിരവധി രൂക്ഷമായ വിഷയങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നുണ്ടായിട്ടും, അത് രാഷ്ട്രീയപരമായിട്ടായിരുന്നാലും മതപരമായിട്ടായിരുന്നാലും ഉണ്ടായിട്ട് പോലും ഇത്രയധികം അക്രമാസക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ അത്തരത്തിലൊരു പ്രതിഷേധമാണ് 2 ദിവസം മുൻപ് തിരുവനന്തപുരത്തുണ്ടായത്. അതിനെ പ്രതിഷേധം എന്ന് വിളിക്കാനാകില്ല, ഗുണ്ട ആക്രമണം എന്നായിരിക്കും ആ പ്രതിഷേധത്തിന് ഏറ്റവും കൂടുതൽ ചേരുന്ന പേര്. എന്തിനായിരുന്നു ഈ പ്രതിഷേധം നടത്തിയത് എന്ന് ചോദിച്ചാൽ ഈ പ്രതിഷേധം നടത്തിയവർക്ക് ഇപ്പോഴും ഉത്തരമില്ല. പിണറായി വിജയനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി നേതാക്കൾ വിളിച്ചു വരുത്തിയതനുസരിച്ച് പ്രവർത്തകർ തിരുവനന്തപുരത്തെത്തിയത്. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി. 10-25 പേർ തിരുവനന്തപുരത്തു തന്നെ പിടിയിലായി, ഇപ്പോൾ ജയിലിലാണ്. എന്തായാലും ഇത് അണികളിൽ വലിയ രീതിയിലുള്ള അമർഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നാണ് പ്രവർത്തകർ അവിടേക്ക് എത്തിയത്. പ്രവർത്തകരെന്ന് പറയാൻ കഴിയില്ല, ഒരു തരം ഗുണ്ട ആക്രമ സ്വഭാവമുള്ള ആൾക്കാർ എത്തിയത്. പ്രവർത്തകർ ഒരിക്കലും ഇത്തരത്തിലായിരിക്കില്ല പ്രതികരിക്കുന്നത്. ഒരു പാർട്ടിയുടെ പ്രവർത്തകരാകുമ്പോൾ ആ പാർട്ടിയെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തെ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്തുന്നവരാണ് പാർട്ടി അണികളും അവരുടെ നേതാക്കളുമൊക്കെ. എന്നാൽ CPM വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. രജിസ്റ്റേർഡ് ഗുണ്ടാ സംഘം എന്ന് വേണമെങ്കിൽ നമുക്ക് CPMനെ വിശേഷിപ്പിക്കാം. ഈ ഗോവിന്ദനും വിജയനും ഒക്കെ ഈ സംഘത്തെ നിയന്ത്രിക്കുന്ന തലവന്മാർ മാത്രമാണ്. തിരുവനന്തപുരം ജില്ലയുടെ കിലോമീറ്ററുകൾക്കപ്പുറത്തു നിന്നാണ് പ്രവർത്തകർ മണിക്കൂറുകൾ കൊണ്ട് ആ ഭാഗത്തെത്തിയത്. അത് ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് കഴിയുന്നത്ര പ്രവർത്തകർ എത്രയും വേഗം തിരുവനന്തപുരത്ത് എത്തണമെന്ന നിർദ്ദേശം ബ്രാഞ്ചുകളിലേക്ക് നൽകിയത് എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം. എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. യഥാർത്ഥത്തിൽ 10-25 പ്രതികളൊക്കെ ഇപ്പോൾ അറസ്റ്റിലായി. ഇവരൊക്കെ കരുതിയത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എന്തെങ്കിലും സമരം നടത്തുമ്പോൾ പോലീസ് ബാരിക്കേഡ് തള്ളിമറിക്കുന്നത് പോലെയോ പോലീസിനെ കൊഞ്ഞനം കാണിക്കുന്നത് പോലെയോ ഒക്കെയാണ് ഈ ഒരു കേസും എന്നുള്ളതാണ്. കാരണം അവരുടെ തലയ്ക്കകത്ത് ആൾതാമസമില്ല. അവരുടെ തലയ്ക്കകത്ത് നിറഞ്ഞിരിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് അടിമത്തം മാത്രമാണ്. ഗോവിന്ദനൊക്കെ എന്തു പറഞ്ഞാലും അത് അതേപടി ചെയ്യാൻ മുന്നും പിന്നും നോക്കാതെ ചെയ്യുന്നവരാണ് ഈ അന്തംഗമികൾ. അതുകൊണ്ടാണ് അവർ കേന്ദ്രസേനയെ പോലും ആക്രമിക്കാൻ ശ്രമിച്ചതും കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചതും അവരെ വധിക്കാൻ ശ്രമിച്ചതുമൊക്കെ. കാര്യങ്ങൾ കൈവിട്ട് പോയതോടെയാണ് ഇവരൊക്കെ ഒന്ന് ചിന്തിച്ചു തുടങ്ങിയത്. എന്തിനായിരുന്നു ഞങ്ങൾ ഇത്തരത്തിൽ ഒരു അക്രമം നടത്തിയത്? ആർക്കു വേണ്ടിയായിരുന്നു ഞങ്ങൾ ഈ അക്രമം നടത്തിയത്? പിണറായി വിജയൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. പിണറായി വിജയനെതിരെ കേസെടുത്തിട്ടില്ല. പിണറായി വിജയൻ ഈ മാസപ്പടി കേസിൽ പ്രതിയല്ല. പിണറായി വിജയനെ ചോദ്യം ചെയ്തിട്ടില്ല. പിണറായി വിജയൻ്റെ മൊഴിയെടുത്തിട്ടില്ല. പിന്നെ എന്തിനാണ് തങ്ങൾ ഈ ആക്രമണം നടത്തിയത്? പിണറായി വിജയൻ്റെ മകൾക്ക് വേണ്ടി. അത് പിണറായി വിജയൻ തന്നെ പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ മൊഴിയെടുക്കുകയോ എന്നെ ചോദ്യം ചെയ്യുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞതാണ്. അതിനുശേഷം അന്ന് വൈകുന്നേരം ED ഇറക്കിയ പത്രക്കുറിപ്പിലും പറഞ്ഞത് പിണറായി വിജയൻ അവിടെ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയോ മൊഴിയെടുക്കുകയോ ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ മകൾ വീണയാണ് ഇതിലെ പ്രതി, അവരിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട് എന്ന് ED അന്ന് വൈകുന്നേരം ഇറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നതുമാണ്. പക്ഷേ എന്താണ് CPM നേതൃത്വം ശ്രമിച്ചത്? കടകംപള്ളി സുരേന്ദ്രനും V ജോയിയും VK പ്രശാന്തും ജോൺ ബ്രിട്ടാസും MV ഗോവിന്ദനും പിണറായി വിജയനും അടക്കമുള്ള നേതാക്കൾ എന്തിനാണ് ശ്രമിച്ചത്? അക്രമം അഴിച്ചുവിടുക, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക, ആഭ്യന്തര വകുപ്പ് ഒരു തോൽവിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതിലുപരി കയ്യൂക്ക് കൊണ്ട് ഞങ്ങൾ ആരെയും വരുതിക്ക് നിർത്തും, നിയമ സംവിധാനത്തെ പോലും ഞങ്ങൾ വരുതിക്ക് നിർത്തും എന്ന് സൂചിപ്പിക്കാൻ, എന്ന് തെളിയിക്കാനാണ് അക്രമം അഴിച്ചുവിട്ടത്. അക്രമത്തിന് പ്രേരിപ്പിച്ച നേതാക്കളൊക്കെ ഇപ്പോഴും പുറത്തുണ്ട്. MV ഗോവിന്ദനും A റഹീമും ഉൾപ്പെടെയുള്ള ഒരു നേതാക്കൾക്കെതിരെയും ഇതുവരെ കേസുണ്ടായിട്ടില്ല. പക്ഷേ ഇനി കേസുണ്ടാകും. ഇനി അണികളൊക്കെ ഇപ്പോഴാണ് ചിന്തിച്ചു തുടങ്ങിയത്. അവരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അണികളൊക്കെ അവിടെ വന്നത് ആക്രമിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് അണികളൊക്കെ ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ എത്തിയത്. അല്ല, അവരെ അവിടെ എത്തിച്ചത് അങ്ങനെ തന്നെയായിരുന്നു. ഇഷ്ടികയും ചീമുട്ടയും കുപ്പിയും വടികളുമൊക്കെയാണ് അവരവിടെ കൊണ്ടുവന്നത്. അതുപയോഗിച്ചാണ് കേന്ദ്രസേനയെ പോലും അവർ ആക്രമിച്ചത്, ഉദ്യോഗസ്ഥരെ തല്ലിയത്, വാഹനം തല്ലി തകർത്തതും ഒക്കെ അവിടെ ഇവർ കൊണ്ടുവന്ന ഇഷ്ടികയും മറ്റും ഒക്കെ ഉപയോഗിച്ചാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവിടെ ഒരു കലാപമുണ്ടാക്കാൻ CPM ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ള കാര്യം. അവിടെ ഒരു രക്തസാക്ഷിയെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്
വിജയനും ഗോവിന്ദനും അടക്കമുള്ള CPM നേതാക്കൾ. പക്ഷേ നിർഭാഗ്യവശാൽ അത് പല ശ്രമങ്ങൾ നടത്തിയിട്ടും അത് പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും അണികളിൽ ഇത് വലിയ രീതിയിലുള്ള രോഷത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കാരണം ഏതൊരു പ്രവൃത്തിയെയും ആദ്യം എതിർക്കുന്ന ഒരു രീതിയാണ് അവർക്കുള്ളത്. അതുകൊണ്ടാണ് GSTയും കമ്പ്യൂട്ടറും ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളെയും ഇവർ ആദ്യം എതിർത്തതും പിന്നീട് അനുകൂലിച്ചതും. ആദ്യത്തെ രോഷമൊക്കെ ഒന്ന് അടങ്ങി നേതാക്കളോടുള്ള ആരാധനയൊക്കെ പോയപ്പോൾ അവർ ചിന്തിച്ചു, എന്തിനാണ് ഞങ്ങളിത് ചെയ്തത്, ആർക്കു വേണ്ടിയാണ് ചെയ്തത്, ഞങ്ങളുടെ നേതാവല്ല വീണ. ഇതൊക്കെ അവർ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അണികളിൽ ഒരു അമർഷം ഉണ്ടായിട്ടുള്ളത്. അണികൾ തന്നെ ഇപ്പോൾ പറയുകയാണ് നേതാക്കൾ തങ്ങളെ ഇതിലേക്ക് വലിച്ചിടുകയായിരുന്നു എന്ന്. മുൻ കൗൺസിലറായ IP ബിനു തന്നെ പറഞ്ഞത് പാർട്ടി പറഞ്ഞു ഞങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ പാർട്ടിയുടെ അടിമകളാണ്, പാർട്ടി നേതാക്കൾ പറഞ്ഞിട്ടാണ് ഞങ്ങളിത് ചെയ്തത് എന്നുള്ളതാണ് IP ബിനു പോലും പറഞ്ഞു വെച്ചത്. എന്തായാലും വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം പരോക്ഷമായി പിണറായി വിജയനെതിരെയും പാർട്ടിക്കെതിരെയും MP ഗോവിന്ദനടക്കമുള്ള നേതാക്കൾക്കെതിരെയും ഉയരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അത് ശക്തമാകും. പിണറായി വിജയനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വേണ്ട എന്ന് കീഴ്ഘടകങ്ങൾ പോലും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും കുളയട്ട പോലെ തൂങ്ങിക്കിടക്കുകയാണ് പിണറായി വിജയൻ. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ അന്ന് പറഞ്ഞതുപോലെ, ഞാൻ മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അധികാരമില്ലാതെ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. പ്രതിപക്ഷ നേതാവാണെങ്കിൽ പോലും ഔദ്യോഗിക വാഹനവും ഔദ്യോഗിക വസതിയും പേഴ്സണൽ സ്റ്റാഫുകളും അടക്കമുള്ള സംവിധാനങ്ങൾ കിട്ടും, അധിക നിയമപരിരക്ഷ കിട്ടും. ഇതെല്ലാം കണക്കാക്കിയാണ് നാണം കെട്ടും പിണറായി വിജയൻ ആ സ്ഥാനത്ത് തുടരുന്നത്. എന്തായാലും കേന്ദ്ര ഉദ്യോഗസ്ഥരെ ആക്രമിച്ചാലുള്ള ഭവിഷ്യത്തിനെ കുറിച്ച് ഗോവിന്ദനെ അടക്കമുള്ള നേതാക്കൾക്ക് നന്നായി അറിയാം. അങ്ങനെ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന പാവങ്ങളെ പിടിച്ച് ഇതിനകത്തേക്ക് ഇട്ടതും അവരെ ജയിലിലേക്ക് അയച്ചതും. ഈ തിരിച്ചറിവുണ്ടായി. അണികളിൽ പലരും രോഷാകുലരാണ്. എന്തായാലും ഗോവിന്ദനെയും വിജയനെയും ഒക്കെ തെരുവിലിട്ട് അണികൾ കൈകാര്യം ചെയ്യുന്ന ഒരു കാഴ്ച കൂടി മിക്കവാറും കാണാനുള്ള ഭാഗ്യം ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടാകും.